ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ആ മാൻഡേറ്റ് അംഗീകരിക്കാൻ രണ്ട് മുന്നണികളും തയ്യാറാവണം. ഞങ്ങളിവിടെ നേരിട്ടത് ഇന്ത്യ സഖ്യത്തെയാണ്. ഇന്ത്യ സഖ്യത്തോടാണ് ഞങ്ങൾ പാലക്കാട് നഗരസഭയിൽ ഞങ്ങൾ മത്സരിച്ചത്. രണ്ട് മുന്നണികളും പരസ്പര ധാരണയോടുകൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം വോട്ട് കച്ചവടം നടത്തി, വോട്ട് കൈമാറ്റം നടത്തി ഞങ്ങളെ പരാജയപ്പെടുത്താൻ എല്ലാ സീറ്റുകളിലും ശ്രമിച്ചിട്ടുണ്ട്. അതിനെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വിജയിച്ചത്. വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുപിടിച്ചിട്ടുണ്ട്. SDPI പോലെയുള്ള, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മത തീവ്രവാദ സംഘടനകളുടെ പിന്തുണ രണ്ട് മുന്നണികളും സ്വീകരിച്ചിട്ടുണ്ട്. രണ്ട് മുന്നണികളെയും രണ്ട് മത തീവ്രവാദ പ്രസ്ഥാനങ്ങളും കൈ അയച്ച് സഹായിച്ചിട്ടുണ്ട് പാലക്കാട് നഗരത്തിൽ. അല്ല, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. സ്വതന്ത്രമാരെ സംബന്ധിച്ചോളം പാലക്കാട് നഗരത്തിന്റെ വികസനമാണ് അവർ ലക്ഷ്യമിടുന്നതെങ്കിൽ, പാലക്കാട് നഗരത്തിൽ തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം വരണമെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമാരായിട്ടുള്ള ജയിച്ച ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA പിന്തുണയ്ക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ മാൻഡേറ്റ് BJP നേതാവ് കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അത് അവിടെ BJP അനുകൂല മാൻഡേറ്റ് ആണ്, അംഗീകരിക്കണമെന്നൊക്കെ സമഗ്ര ചിത്രം ഒന്ന് പറയാം. ഒരു വർദ്ധിത പേരിൽ ആഞ്ഞടിക്കാം, മതിയോ സാറേ? കുറഞ്ഞോ ഇല്ലയോ എന്ന് പ്രേക്ഷകർ വിലയിരുത്തും. അപ്പൊ കേരളം ആകെ മൊത്തം 6 കോർപ്പറേഷൻ, LDF 1, UDF 4, NDA 1. മുനിസിപ്പാലിറ്റി ആകെ മൊത്തം ടോട്ടൽ 86, 28 LDF, 54 UDF, 2 NDA. ആകെ മൊത്തം 14 ജില്ലാ പഞ്ചായത്തിൽ 7 LDF, 7 UDF, NDA 0. ആകെ മൊത്തം ടോട്ടൽ 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 66 LDF, 78 UDF, NDA 0. ആകെ മൊത്തം ടോട്ടൽ 941 ഗ്രാമപഞ്ചായത്തിൽ 369 LDF, 455 UDF, 27 NDA. ബഹുഭൂരിപക്ഷം UDF-ന്റെ വലിയ വിജയം ഗ്രാമപഞ്ചായത്തിൽ. അതാണ് ആകെ ചിത്രം. അപ്പൊ നമുക്ക് ഇനി ഒന്നൊന്നായി പരിശോധിക്കാം. വിജയകുമാർ, ചില പ്രേക്ഷകരൊക്കെ സംശയിക്കുന്നുണ്ട്, ഊർജ്ജം പോയോ? എവിടെ പോകാൻ? വോട്ടെണ്ണൽ തുടങ്ങി ഏതാണ്ട് 12:26 4.5 മണിക്കൂർ കഴിയുമ്പോഴും കേരളത്തിന്റെ എന്താണ് ഒരു സമഗ്ര രാഷ്ട്രീയ ചിത്രം ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ വന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. നമ്മുടെ വിജയകുമാർ, നമുക്ക് മറ്റു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് മത്സരഫലം പ്രവചന മത്സരം 1 മണിക്ക് അവസാനിപ്പിക്കാം. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സ്കാൻ ചെയ്യാനുള്ള സംഭവം കണ്ടോ? വിജയകുമാർ, നമുക്കതിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഓക്സിജനും 24-ഉം ചേർന്ന് നടക്കുന്ന ഈ പ്രവചന മത്സരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. QR കോഡ് സ്ക്രീനിലുണ്ട്. 12:26 എന്ന് എഴുതി കാണിക്കുന്ന സ്ഥലത്ത് QR കോഡ് സ്കാൻ ചെയ്യൂ. ചോദ്യം ഇതാണ്: 6 കോർപ്പറേഷനുകൾ ആരൊക്കെ ഭരിക്കും? 14 ജില്ലാ പഞ്ചായത്തുകളിൽ 3 മുന്നണികൾ എത്ര സീറ്റ് വീതം നേടും? ആകെയുള്ള 86 മുനിസിപ്പാലിറ്റികളിൽ LDF, UDF, NDA എത്ര വീതം സീറ്റ് നേടും? മാജിക് സ്ക്രീനിൽ നോക്കി QR കോഡ് സ്കാൻ ചെയ്ത് അയച്ചാൽ 10 പേർക്ക് സ്മാർട്ട് ഫോൺ, അല്ലേ? 1 2 3 4 5 10 മണിമുള്ള ഫോൺ പറഞ്ഞു തോപ്പിച്ചുള്ളത്. നന്നായി, താങ്ക് യു. ഇത് ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്. വിജയമാർന്ന് പറഞ്ഞു നോക്കൂ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട് കറക്റ്റ് അല്ലേ? ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. തകര പച്ച പിടിക്കുന്നു. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്. ഇത്തിരി ഒന്ന് നാണം കുണുങ്ങി പറഞ്ഞാലോ? ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്. വെരി ഗുഡ്. നമ്മുടെ MM മണിയാശൻ നന്ദികേടെന്ന വാക്ക് ഉപയോഗിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളോട് ഇങ്ങനെയാണ് നിങ്ങൾ നോക്കാൻ കാരണമെന്ന് ജനങ്ങൾ പറയുന്നു. പിന്നെ വിജയകുമാർ, ഇത് മണിയാശാല. മണിയാശൻ പറഞ്ഞെന്തോ അറിയോ? അതായത് ക്ഷേമ പെൻഷൻ വാങ്ങി ഫുഡ് അടിച്ചിട്ട് നന്ദികേട് കാണിച്ചെന്ന് മഹാമോശമാണ് സാധനം. അങ്ങനെ പറയാൻ പാടില്ല, ഒരു നേതാവും പറയാൻ പാടില്ല. ആശാൻ അടവ് പിടിച്ചാൽ 51 പിഴയ്ക്കുന്ന ശിക്ഷ. അത് കാരണം വേണ്ട. ജനങ്ങളെ അവഹേളിക്കലാണ്, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അവഹേളിക്കലാണ്. എനിക്ക് തോന്നുന്നത് ഈ അമർഷം നുര പൊന്തിയപ്പോഴേ ആശാന്റെ നാവ് ഒന്ന് പിഴച്ചു. പറയരുതാത്ത പറഞ്ഞു. അതാണ് പറഞ്ഞു. സാധാരണ രാഷ്ട്രീയ എതിരാളികളോടാണ് മണിയാശാൻ പറയുന്നത്. ഇത് പക്ഷേ കേരളത്തിലെ ജനങ്ങളോടായി പോയി എന്നുള്ള പെൻഷൻ വാങ്ങുന്നവരെ അവഹേളിക്കലാണ്. അത് വാങ്ങി ഫുഡ് അടിച്ചിട്ട് വോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്. തിരുത്തണം. മണിയാശ തിരുത്തിയത് അതിലൊരു ദുരഭാനം ഉപയോഗിക്കണ്ട. വിതുര ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 1 അശ്വതി ഷിജുമോൻ LDF വിജയിച്ചു. നമ്മുടെ റിനു ശ്രീധരന്റെ ചേട്ടന്റെ ഭാര്യ.
നമ്മുടെ ട്രിവാൻഡ്രം ബ്യൂറോയിലെ റിപ്പോർട്ടർ റിനു ശ്രീധരന്റെ ചേട്ടന്റെ ഭാര്യ. അപ്പൊ നമ്മുടെ കുടുംബത്ത് കുറെ ആൾക്കാരുണ്ടല്ലോ, കുടുംബത്ത് ഇഷ്ടംപോലെ അംഗങ്ങള്. ദില്ലാ മധുവിന്റെ അമ്മ, റിനു ശ്രീധരന്റെ ചേട്ടന്റെ ഭാര്യ, ഇഷ്ടംപോലെ പേര് അവിടെ ചേട്ടന്റെ മോന്, എസ് കെ ചേട്ടന്റെ മോന്, വിജയകുമാർ, എസ് വിജയകുമാറിന്റെ ഭാര്യയുടെ കൊച്ചച്ഛൻ, ഇഷ്ടംപോലെ അംഗങ്ങൾ നേർന്ന്. അപ്പൊ നമുക്കൊരു ന്യൂസ് നടത്താൻ നമുക്കൊരു മുന്നണി ഉണ്ടാക്കിയാലോ? നമുക്ക് 24 ഫാമിലി മെമ്പർ മീറ്റ് എല്ലാരും വിളിക്കണം. ആ സാനു പച്ചാളത്തിന്റെ ആരാ? ആ സാനു പച്ചാളത്തിന് അടുത്ത ബന്ധു, സാനു പച്ചാളത്തിന് വളരെ അടുത്ത ബന്ധു. മനസ്സിലായിട്ടില്ല, പറയുന്നില്ല അത് വ്യക്തമായി പറയുന്നില്ല, പക്ഷേ വളരെ അടുത്ത ബന്ധു. റെഡി. അപ്പൊ ഇതിനകത്ത് ആഷ്മി ഒരു സംശയം വന്നിട്ടുണ്ട്. വിജയകുമാറിന് ഒരു അഭിപ്രായം പറയാം. ഇതിനകത്ത് 1 മണി വരെ നമ്മൾ പ്രവചനം ഇപ്പൊ അനൗൺസ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുണ്ട്, ബുദ്ധിമാന് ചോദിച്ചു 1 മണി വരെ പ്രവചനം വേണോ എന്ന് ചോദിച്ചു. സംശയം വരാൻ കാര്യം അപ്പോഴേക്കും എല്ലാ ഫലവും വരും, ഫലം നോക്കി അങ്ങ് പറഞ്ഞാൽ പോരെ. ഇപ്പൊ 12:30 ആകുമ്പോ അതിനാണ് 18 സെക്കൻഡ് കൂടെ ഉള്ളൂ. അത് ഇപ്പൊ അവസാനിപ്പിക്കും. 12:29 ആയിട്ടുണ്ട്. ഇപ്പൊ അവസാനിപ്പിക്കും. ഇഷ്ടമുള്ള സമയം ഉണ്ടായിരുന്നു. 7 മണി മുതൽ ഇത്ര സമയം ഉണ്ടായിരുന്നു. ഒരുപാട് സമയം. അപ്പൊ നമുക്ക് ഇനി എങ്ങോട്ടാ വിജയകുമാർ? ഇനിയിപ്പോ നമ്മൾ ഒരിക്കൽ കൂടി കണക്കുകളിലേക്ക് ഒന്ന് പോയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ ആകെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. LDF 1, UDF 4, NDA 1. ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 86. LDF 29, UDF 54, NDA 2. ജില്ലാ പഞ്ചായത്തുകൾ 14, LDF 6, UDF 8. ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ എണ്ണം 182. അതിൽ LDF 63, UDF 80. ഗ്രാമപഞ്ചായത്തുകൾ ആകെ 941. അതിൽ LDF 369, UDF 458. കറക്റ്റ്. വിജയകുമാർ, ഈ മസ്കറ്റിൽ ഇരുന്ന് എന്റെ ഒരു സുഹൃത്ത് മഷൂർ ചോദിക്കുന്നു, ഷുഗർ ഉണ്ടോ? വേണ്ടാതിനെ പറയും. മനുഷ്യൻ ഇവിടെ തിരുവനന്തപുരത്ത് കല്യാണത്തിന് ഒരു ഓൺലൈൻകാരൻ അത് വൈറലായി. ആ ചോദ്യം ആവർത്തിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ജനം പ്രബുദ്ധരാണ്. എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് കേൾക്കുക തന്നെ ചെയ്യും, എത്ര മറച്ചാലും അവർ കാണേണ്ടത് അവർ കാണുക തന്നെ ചെയ്യുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹം കൂടെ മനസ്സിലാക്കുന്നില്ല. അല്ല, ജാമ്യത്തിലാണ്. എന്ന് ജാമ്യത്തിൽ വിജയകുമാർ, പ്രവചന മത്സരം അവസാനിച്ചു. അപ്പൊ ഈ 10 സ്മാർട്ട് ഫോൺ നൽകുന്നത് ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. 10 ഫോൺ. ഞാൻ പറഞ്ഞു റെഡി, പറഞ്ഞോളൂ. പുനലൂർ നഗരസഭയിൽ LDF ഭരണം നിലനിർത്തി. 36 വാർഡ്, 21 LDF, 14 UDF. ക്ലാപ്പനയിൽ UDF, ക്ലാപ്പന പഞ്ചായത്ത് LDF-ൽ നിന്ന് UDF ഭരണം പിടിച്ചെടുത്തു. 10 സീറ്റ് UDF-ഉം 6 സീറ്റ് LDF നേടി. എന്ന് പറഞ്ഞാൽ നഗര, ഗ്രാമ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് വ്യത്യാസമൊന്നുമില്ലാതെ UDF-ന്റെ അതിശക്തമായ മേൽക്കൈ അവിടെ ഉണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ BJP-യുടെ NDA-യുടെ ചരിത്ര വിജയം അവിടെ സംഭവിക്കാൻ പോകുന്നു. 49-ലേക്ക് എത്തിയിരിക്കുന്നു. 2 സീറ്റോട് കിട്ടിയാൽ കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് എത്തും. തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ അവർ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഉറപ്പായും വലിയ നേട്ടമായി അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് LDF-ൽ അത്ര വലിയ പരാജയം അവിടെ സംഭവിക്കുന്നതെന്നും UDF എന്തായാലും 10 സീറ്റിൽ നിന്ന് അവരുടെ നില മെച്ചപ്പെടുത്തുന്നുണ്ട്. LDF-ലാണ് ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ വലിയ കൊടിയ തിരിച്ചടി. എന്തുകൊണ്ടാണെന്ന് അവർ ആലോചിക്കണം അക്കാര്യത്തിൽ. എന്തായാലും ഇത് വ്യക്തമായ പഞ്ചായത്തിൽ നിന്നൊരു സഡൻ കോള്. അവിടെ UDF മേലിലെ പഞ്ചായത്ത് പിടിച്ചു. മേലിലയിൽ UDF മേലിൽ, അതായത് 11 UDF-ഉം 7 LDF-ഉം. അപ്പൊ UDF മേലിലയിൽ സാറിന്റെ ചേട്ടൻ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റോ? മിക്കവാറും സാറിന്റെ ചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റോ? SK-ന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.